ഇന്ന് വൈകിട്ട് നടക്കുന്ന ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനെതിരെ ബഹിഷ്കരണ ആഹ്വാനം ശക്തമാകുകയാണ്. സോഷ്യൽ മീഡിയയിലും ബഹിഷ്കരണ ക്യാമ്പയിനുകൾ ഏറെ സജീവമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ഇതാദ്യമായാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ ഭാര്യ അടക്കം പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിസിനസ്സുകാരനായ ശുഭം ദ്വിവേദിയുടെ ഭാര്യ അശാന്യ ദ്വിവേദിയാണ് മത്സരത്തിനെതിരെ വിമർശനവുമായി എത്തിയത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായ മുറിവിൽ ഉപ്പ് പുരട്ടുന്നത് പോലെയാണ് ഇതെന്ന് അശാന്യ പറയുന്നു. ആളുകൾ ഈ മത്സരം ബഹിഷ്കരിക്കണം, ടി വിയിൽ പോലും മത്സരം കാണരുത്, ആരും സ്റ്റേഡിയങ്ങളിലും പോകരുത്. ഈ മത്സരത്തിൽ നിന്ന് ലഭിക്കുന്ന പണം പാകിസ്ഥാൻ ഭീകരവാദത്തിന് ഉപയോഗിക്കുമെന്നാണ് അവർ കാരണമായി പറയുന്നത്. BCCI തീർത്തും നിർവികാരമാണ്. പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരോട് അവർക്ക് യാതൊരു ആദരവുമില്ല. നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ രാജ്യസ്നേഹികളാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു തോക്കിൻ മുനയിൽ നിർത്തി BCCI പാകിസ്ഥാനെതിരെ കളിക്കാൻ അവരെ നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് അവർ കളിക്കാൻ വിസമ്മതിക്കണം എന്നുമാണ് അശാന്യ പറയുന്നത്. വിമർശനം കടക്കുന്നതിനിടെ അനുകൂലമായ ഒരു നിലപാട് BCCIയും സ്വീകരിക്കുന്നുണ്ട്. ഏഷ്യ കപ്പിൻ്റെ ആതിഥേയർ BCCI ആണെങ്കിലും ഇന്നത്തെ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം കാണാൻ BCCIയിലെ ഉന്നതർ ആരും എത്തില്ലെന്നാണ് റിപ്പോർട്ട്. വിവാദങ്ങൾ കടക്കുന്നതിനിടെ ICC അധ്യക്ഷൻ ജയ്ഷായും ദുബായിൽ എത്തില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ പറയുന്നു. ഇതുവരെ ഒരു BCCI ഉദ്യോഗസ്ഥനും ദുബായിൽ എത്തിയിട്ടില്ലെന്നും മത്സര ദിവസം ഒരു ഉദ്യോഗസ്ഥൻ മാത്രമേ സ്റ്റേഡിയത്തിൽ കാണൂ എന്നും റിപ്പോർട്ടിലുണ്ട്. സാധാരണയായി ലോകത്ത് എവിടെയായാലും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമുണ്ടെങ്കിൽ BCCIയിലെ ഉന്നതരും സെലിബ്രിറ്റികളുമെല്ലാം സ്റ്റേഡിയത്തിൽ എത്താറുണ്ട്. ഇത്തവണ ബഹിഷ്കരണ ആഹ്വാനങ്ങളുടെ പശ്ചാത്തലത്തിൽ അധികം പേരൊന്നും മത്സരം നേരിൽ കാണാൻ UAEയിൽ എത്തില്ലെന്നാണ് റിപ്പോർട്ട്. ഈ വർഷം ആദ്യം ദുബായിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരം കാണാൻ BCCI ഉന്നതരും സംസ്ഥാന അസോസിയേഷൻ പ്രതിനിധികളും ബോളിവുഡ് സെലിബ്രിറ്റികളും സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നടക്കുന്ന മത്സരം കാണാൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അംഗമെന്ന നിലയിൽ BCCI വൈസ് പ്രസിഡന്റായ രാജീവ് ശുക്ല മാത്രമാകും BCCIയെ പ്രതിനിധീകരിച്ചെത്തുക എന്നാണ് PTI റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനെതിരെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും എതിർപ്പുമായി രംഗത്ത് എത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജലവും രക്തവും ഒരുമിച്ച് ഒഴുകില്ലെന്ന് പറഞ്ഞ് പാകിസ്ഥാനുമായുള്ള നദീജല കരാർ പോലും റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് യുദ്ധവും ക്രിക്കറ്റും ഒരുമിച്ച് നടത്തുന്നതെന്ന് ചോദിക്കുകയാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വലിയ സ്ക്രീനിൽ സംപ്രേഷണം ചെയ്യുന്ന ഹോട്ടലുകൾ എല്ലാം ബഹിഷ്കരിക്കാൻ ആം ആദ്മി പാർട്ടിയും ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ ഈ മത്സരം റദ്ദാക്കണം എന്ന പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി അടുത്തിടെ തള്ളിക്കളഞ്ഞു. വിഷയത്തിൽ എന്തിനാണ് ഇത്ര തിടുക്കം എന്ന് ചോദിച്ച കോടതി ഇത് അടിയന്തരമായി പരിഗണിക്കേണ്ട ആവശ്യമില്ലെന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കുന്നത് ദേശീയ അന്തസ്സിനും പൊതുവികാരത്തിനും വിരുദ്ധമായ സന്ദേശമാണ് നൽകുന്നതെന്ന് അറിയിച്ചുകൊണ്ട് ഉർവശി ജെയിനിൻ്റെ നേതൃത്വത്തിൽ 4 നിയമ വിദ്യാർത്ഥികളാണ് ഈ പൊതുതാൽപര്യ ഹർജി നൽകിയിരുന്നത്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനുമായി കളിക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ ടീമിനെ തടയില്ലെന്ന് കേന്ദ്ര കായിക മന്ത്രാലയവും നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ പരമ്പരകൾ നടത്തുന്നതിന് അനുമതി നൽകുകയുമില്ല. ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിക്കുന്നത് തടയുന്നത് ഒളിമ്പിക് ചാർട്ടറിന് വിരുദ്ധമാണെന്നും കായിക മന്ത്രാലയം പറഞ്ഞു.